നമസ്കാരം. ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ആവേശം മുട്ടി നിൽക്കുന്ന ഏതാനും ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൂടിയ ഇലക്ഷൻ കഴിഞ്ഞ് വരാനുള്ളൂ എന്ന അവസ്ഥയിൽ നമ്മൾ വോട്ടിംഗ് ബൂത്തിൽ എത്താനുള്ളൂ എന്നുള്ള അവസ്ഥയിൽ എല്ലാവരും നല്ല ആവേശത്തിലാവും. ഇലക്ഷന്റെ ചൂടിന്റെ ഭാഗമായി പല പ്രസംഗങ്ങളിലും പല വാക്കുകളും കടന്നു വരാറുണ്ട്. ഉദാഹരണത്തിന് കൗമ ഒരു മുസ്ലിം വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞതായി പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയിലാണ്. കഴിഞ്ഞ തവണ അത് കാഫറിന്റെ സ്ക്രീൻഷോട്ടായിരുന്നു. ഇത്തരം വാഗ്ധോരണികൾക്ക് ഒട്ടും കുറവല്ലാത്ത രാഷ്ട്രീയ ഭൂമിയാണ് നമ്മളുടേത്. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരുപക്ഷെ ജനങ്ങളെ ആവേശം കൊള്ളിക്കാനാവാം, പ്രവർത്തകരുടെ കൈയടിക്ക് വേണ്ടിയായിരിക്കാം. പക്ഷെ മിക്ക അവസരത്തിലും ഓൾമോസ്റ്റ് ഓൾവേസ് എന്ന് തന്നെ പറയാം, അത് വിപരീത ഫലം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ജനങ്ങളുടെ മനസ്സിൽ. പ്രത്യേകിച്ച് സ്ത്രീകളെ അപഹസിക്കുന്ന രീതിയിലുള്ള തമാശകളാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് ഒരു നെഗറ്റീവ് സെൻസിൽ എടുത്തുകൊണ്ട് ആരെയാണോ പരിഹസിച്ചത് അവരുടെ ഒപ്പം നിലകൊള്ളുകയും അവരെ തന്നാലാവുന്ന വിധം ജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉദാഹരണങ്ങൾ തന്നെ എടുത്തു തുടങ്ങാം. ഒരുപക്ഷെ ഏറ്റവും അധികം പൊളിറ്റിക്കൽ അറ്റാക്ക് വ്യക്തിപരമായി നേരിട്ട വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം 2002 ഗോദ്ര കലാപത്തിന് ശേഷം ഇന്ത്യയിലെ ഒരു വിവാദ പുരുഷനായിരുന്നു. പ്രധാനമന്ത്രി ആവുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നെഗറ്റീവ് സെൻസിൽ അറിയപ്പെടുന്ന ആളായിരുന്നു. തന്മൂലം BJP ആക്രമിക്കണമെങ്കിലും നരേന്ദ്രമോദിയുടെ പേരെടുത്തായിരുന്നു ആക്രമണം. പ്രധാനമന്ത്രിയായ ശേഷം അത് 10 ഇരട്ടിയായി മാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹമാണ് ഒരു പക്ഷേ ഏറ്റവും അധികം വ്യക്തിപരമായ ആക്രമണം നേരിട്ടിട്ടുള്ളത്. ആ വ്യക്തിപരമായ ആക്രമണത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ മിക്ക അവസരങ്ങളിലും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വിജയത്തിന് അത് മുതൽക്കൂട്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ മൗത്ത് ക സൗദാഗർ, മരണത്തിന്റെ വ്യാപാരി എന്ന രീതിയിൽ സോണിയാഗാന്ധി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ഗുജറാത്ത് ഇലക്ഷന്റെ പ്രചരണാർത്ഥം അങ്ങനെ ഒരു വിശേഷണം നൽകുകയും അത് തിരിച്ചടിയാവുകയും ചെയ്ത അവസരത്തിൽ നമുക്ക് കാണാം. മാത്രമല്ല 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJP തൻ്റെ ഇത് തുടങ്ങുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം തൻ്റെ റൂട്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ താഴെക്കിടയിൽ നിന്ന് വന്നവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം അത് കാണിച്ചത് ഞാൻ ചായ വിറ്റ് നടന്നിരുന്നവനാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് കേട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം നമ്മുടെ മണിശങ്കർ അയ്യർ, അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ വാക്കുകൾ, ഒരിക്കലും ഒരു ചായക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ട അവസ്ഥ വരികയില്ല, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചായ ഇട്ട് കൊടുക്കാനായിട്ട് AICCയുടെ വാതിൽക്കൽ ഞാനൊരു സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കാനായിരുന്നു. തീർച്ചയായിട്ടും അത് വല്ലാതെ ബാക്ക് ഫയർ ചെയ്യുകയും തന്മൂലം മോദി ചായ് പേ ചർച്ച എന്നൊരു പരിപാടി തുടങ്ങുകയും ചെയ്തു. വളരെ ഹിറ്റായിരുന്നു. അദ്ദേഹത്തിന് ഏകകക്ഷി ഭരണത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന പ്രോത്സാഹനമാണ് മണിശങ്കർ അയ്യർ നടത്തിയത്. മണിശങ്കർ അയ്യർ വീണ്ടും തൻ്റെ വാക്കുകൾക്ക് ഒരു കുറവും വരുത്തിയില്ല. 2014 അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും അദ്ദേഹം നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു നീച്ച് ആദ്മി എന്നായിരുന്നു. മണിശങ്കർ അയ്യർ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ നീചമായ പ്രവർത്തികളാണ് നരേന്ദ്രമോദി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഒരു ബ്രാഹ്മണനായ മണിശങ്കർ അയ്യർ OBC-കാരനായ നരേന്ദ്രമോദിയെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അത് ഒറ്റ അർത്ഥത്തില് ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP ശ്രമിക്കുകയും അത് വോട്ടാക്കുകയും ചെയ്യുകയുള്ളൂ. ആ നീച്ച് ആദ്മി പരാമർശം തീർച്ചയായിട്ടും കാസ്റ്റിസമായിട്ട് വിലയിരുത്തപ്പെടുകയും അത് നരേന്ദ്രമോദിക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വന്നെങ്കിലും ഈ നരേന്ദ്രമോദി തന്നെ തനിക്ക് പ്രതികൂലമായി വരുന്ന രീതിയിൽ ചില പ്രയോഗങ്ങൾ നടത്തിയതായി കാണാം. അതിന് ഏറ്റവും പ്രധാനം മമതാ ബാനർജിക്കെതിരെ നടത്തിയ ദീദിയോ ദീദി എന്നുള്ള ഒരു തമാശ കലർന്ന ഒരു പാട്ട് പാടുകയും അതിനെ ഏറ്റെടുത്തുകൊണ്ട് മമതാ ബാനർജി തൻ്റെ ഇലക്ഷനിൽ തന്നെ പരിഹസിച്ചത് ബംഗാളികളെ പരിഹസിക്കാനായിരുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ആ ഇലക്ഷനിൽ വൻ വിജയം കൈവരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 50 കറോഡ് കാ ഗേൾഫ്രണ്ട് ആപ്നെ കഹി ദേഖാ ഹൈ ഇതുപോലത്തെ ഒരു പ്രയോഗം നടത്തുകയുണ്ടായി. അത് അദ്ദേഹത്തിന് പ്രതികൂലമായി ഭവിച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണെന്നും അത്തരം വാർത്തകൾ എന്തിനെ കുറിച്ചായിരുന്നു എന്നും അല്ല. തീർച്ചയായിട്ടും പിന്നെ അതിനുള്ള മറുപടിയും ഒക്കെ ധാരാളമായിട്ടുണ്ടായതിനാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതുപോലെ തന്നെ
കേരളത്തിലേക്ക് വന്നാൽ, നമ്മൾ കേരള പൊളിറ്റിക്സിനെ കുറിച്ചാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, സത്യസന്ധതയ്ക്ക് പേര് കേട്ട തികച്ചും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ VS അച്യുതാനന്ദൻ ഇതിൽ ഒട്ടും പുറകിലായിരുന്നില്ല എന്ന് കാണാം. VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് മത്സരിക്കുന്നതിൽ തോൽവി, PJ ഫ്രാൻസിസ് അദ്ദേഹത്തെ തോൽപ്പിച്ചു. ഏതാണ്ട് 1500-1600 വോട്ടിനാണ് അദ്ദേഹം തോറ്റത്. അതിന് ഒരു കാരണമായി നടക്കുന്നത് അദ്ദേഹം അവിടെ ഉള്ള ഒരു വ്യക്തിയെ, അതായത് ഒരു MP-യെ ആ മീൻ പെറുക്കി നടക്കുന്ന ചെറുക്കൻ എന്നൊരു വിശേഷണം നൽകിയതായി പറയപ്പെടുന്നു. അത് അദ്ദേഹം ഒരു ധീവര സമുദായത്തിലെ, അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരു ഉയർന്നു വന്ന നേതാവായിരുന്നു. VS അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞത് ഒരു കാസ്റ്റിസമായി അറിയപ്പെടുകയും തന്മൂലം പല എതിർപ്പുകളും അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹത്തിന് വോട്ടായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ സാധിക്കാതിരിക്കുകയും ഒരു എന്താ പറയുക, ഒരു പുഷ് ബാക്ക് ഉണ്ടാവുകയും ചെയ്തതായിട്ട് നമുക്ക് അതിൽ കാണാൻ കഴിയും. തുടർന്ന് മലമ്പുഴയിൽ മത്സരിക്കാൻ എത്തുകയാണ് VS. മാരാരിക്കുളം വിട്ടിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മലമ്പുഴയിലേക്ക് എത്തി. മലമ്പുഴയിൽ എത്തിയപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ എതിരാളി ലതിക സുഭാഷ് ആയിരുന്നു. ലതിക സുഭാഷിനെ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ, എന്താണ് നിങ്ങൾക്ക് തങ്ങളുടെ എതിരാളിയെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന പക്ഷം തന്റെ സ്വതസിദ്ധമായ നീട്ടിയും കുറുക്കിയുമുള്ള ശൈലിയിൽ VS അച്യുതാനന്ദൻ പറയുന്ന ഉത്തരം, അവർ വളരെ പ്രശസ്തയാണ്, എന്തിനൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന രീതിയിൽ ഒരു സംസാരം ഉണ്ടാക്കി. ഇതിനെതിരെ ലതിക സുഭാഷ് പല കംപ്ലൈന്റ് കൊടുക്കുകയും ഇതിനും ശക്തമായ ഒരു ബാക്ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും VS അച്യുതാനന്ദൻ വളരെ പ്രശസ്തനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളം മൊത്തം അറിയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായ ആ ഇലക്ഷനിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം അതിനെ കടന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ മലമ്പുഴയിൽ ജയിക്കുകയാണ് പിന്നെ ഉണ്ടായത്. ഇത്തവണ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ പ്രതിഭ MLA, തീർച്ചയായിട്ടും പ്രതിഭ MLAയുടെ വിമർശനത്തിന് അതീതയൊന്നുമല്ല, പക്ഷെ പ്രതിഭ MLA അഴക് കാണിച്ചുകൊണ്ട് മാത്രം വോട്ട് നേടുകയാണ് അവർ എന്നുള്ള പരാമർശത്തിലൂടെ ഒരുപാട് സ്ത്രീജനങ്ങളുടെ വിദ്വേഷത്തിന് പാത്രമായി. പൊതുവെ നല്ല ട്രാക്ക് റെക്കോർഡൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്ന പ്രതിഭയ്ക്ക് ശക്തമായൊരു ഉണർവാണ് ഇത്തരം എന്താ പറയുക സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലൂടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ നൽകിയത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, അറിഞ്ഞ നിമിഷം തന്നെ മുസ്ലിം ലീഗ് അക്ഷരാർത്ഥത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇത്തരം സംഗതികൾക്ക് തങ്ങളുടെ പാർട്ടിയിൽ ഒരു സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലൂടെ കുറേയേറെ വരാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും തടയവും ഇടാൻ കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇത്തരം വാക്കുകൾക്ക് യാതൊരു ക്ഷാമവും വരുത്താത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ബിഷപ്പിനെ മത്തായി ചാക്കോ കേസിൽ നികൃഷ്ടജീവി എന്ന് വിളിച്ചതായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ MA ബേബി പ്രേമചന്ദ്രൻ LDF-ൽ വിട്ട് UDF-ലേക്ക് വന്ന് കൊല്ലത്ത് മത്സരിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ പ്രേമചന്ദ്രനെ തറപറ്റിക്കേണ്ടത് അത്യാവശ്യമായി കണ്ട് MLA ആയിരുന്ന ബേബിയെ, സഖാവിനെ അദ്ദേഹം MA ബേബി സഖാവിനെ അദ്ദേഹം പ്രേമചന്ദ്രനെ മത്സരിപ്പിച്ചു. സമാസമം, ഏതാണ്ട് സമാസമം നിൽക്കുമായിരുന്നു. ആര് ജയിക്കുമെന്ന് അറിയില്ല എന്ന തരത്തിൽ നിൽക്കുകയായിരുന്ന ആ മത്സരത്തിൽ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്ന ബേബി സഖാവിനെ പ്രചരണത്തിനായി വന്ന പിണറായി വിജയൻ ഈ പരനാറി, പ്രേമചന്ദ്രൻ ചെയ്തത് ഒരു പരനാറിയാണ്, അദ്ദേഹം ചെയ്ത് രാഷ്ട്രീയമായ മാന്യതയ്ക്ക് ചേരുന്നതല്ല എന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തുകയും തുടർന്ന് പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പരനാറി എന്നും പരനാറ് തന്നെ എന്നുള്ള അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ആ ഒരു വർത്തമാനത്തിലൂടെ സ്വന്തം MLA ആയിരുന്ന ബേബി സഖാവിന് സ്വന്തം മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷം നഷ്ടമാവുന്നതായി കാണാം. ഇലക്ഷൻ കഴിഞ്ഞ വഴിക്ക് ബേബി സഖാവ് ഇതിൽ താൻ രാജിവെക്കുകയാണ് MLA സ്ഥാനം എന്ന് പറഞ്ഞ് പത്രവാർത്തകൾ വന്നത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാവുന്നതാണ്. പക്ഷെ പാർട്ടി അദ്ദേഹത്തെ രാജിവെക്കാനൊന്നും സമ്മതിച്ചില്ല. ആ നേരത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇതാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ശെൽവരാജ് പാർട്ടി മാറി രാജിവെച്ച് UDF-ൽ ചേർന്ന് മത്സരിക്കുകയായിരുന്നു. ആ സമയത്താണ് TP ചന്ദ്രശേഖരന്റെ വധം നടക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധം നടത്തിയ ശേഷം പത്രക്കാർ പിണറായി വിജയനോട് സഖാവിനോട് ചോദിക്കുന്നത് കുലംകുത്തി പരാമർശം. അപ്പോൾ മരിച്ച ശേഷവും അദ്ദേഹം പറഞ്ഞു കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്നുള്ളൊരു പരാമർശം നടത്തുകയും അതിനുശേഷം അത് പ്രതികൂലമായി ഭവിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ കാലുമാറ്റക്കാരെയൊന്നും തീർത്തും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വിഭാഗമാണ് കേരള രാഷ്ട്രീയ സമൂഹം. പക്ഷെ ഇതിൽ ശെൽവരാജ് തിരികെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനിടയായി.
അതിന് ഒരു കാരണം ഇത്തരം കമന്റുകളും, രണ്ടാമത്തെ കാരണം ആ സമയത്തുണ്ടായ രാഷ്ട്രീയമായ കൊലപാതകമായ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം അതിൻ്റെ വലിയ അളവ് വരെ ഇവരുടെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും മറ്റേ ശെൽവരാജിന്റെ രണ്ടാമത്തെ ജയത്തിന് കാരണമായെന്ന് നമുക്ക് പറയാം. ഈ പിണറായി വിജയൻ ഇത്തരം കമന്റുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പോലെ തന്നെ പിണറായി വിജയൻ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളി, കണ്ണൂരിലെ രാഷ്ട്രീയ എതിരാളിയും കോൺഗ്രസ് മുൻ KPCC പ്രസിഡന്റും ഇപ്പോഴത്തെ MP-യുമായ K സുധാകരനിൽ നിന്നാണ്. K സുധാകരൻ അദ്ദേഹത്തെ ചെത്തുകാരൻ കോരന്റെ മകൻ എന്ന് പറയുന്നത് ആ ഇലക്ഷന്റെ സമയത്തായിരുന്നു. അത്ര സ്റ്റേറ്റ്മെന്റ് വരുന്നതിലൂടെ പിണറായി വിജയൻ അനുകൂലമായ ഒരു ഈ കാസ്റ്റിസ്റ്റ് റിമാർക്കാണ് എന്നത് അത് പിണറായി വിജയന് അനുകൂലമായ ഒരു അന്തരീക്ഷം സംജാതമാവുകയായിരുന്നു. രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് വിട്ടുനിന്നു. ഈ പരാമർശങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ വിട്ടുനിന്നു. ഹവർ സുധാകരൻ അദ്ദേഹത്തിന്റെ സെയിം കാസ്റ്റ് ആയിരുന്നതിനാലും അദ്ദേഹവും ഇത്തരം തൊഴിലിൽ ഏർപ്പെട്ടത് ആളായിരുന്നു എന്നുള്ളത് കൊണ്ടും അതിന്റെ വിമർശനത്തിന്റെ തോത് കുറച്ച് കുറവായിരുന്നു എന്ന് മാത്രം. ഒരു കണക്കിന് പക്ഷെ അത് പിണറായി വിജയന്റെ എന്താ പറയുക നരേറ്റീവിനെ കുറെ ഹെൽപ്പ് ചെയ്തു എന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. പത്മജ വേണുഗോപാൽ, സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പത്മജ വേണുഗോപാൽ സൈഡ് മാറി BJP പാളയത്തിലേക്ക് എത്തുന്നു. ആ നേരത്ത് പത്മജ വേണുഗോപാൽ അപ്പുറത്തേക്ക് പോയി ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അവതരിപ്പിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രയോഗം നടത്തുന്നു. അച്ഛന് പിറക്കാത്ത മകൾ എന്ന് പത്മജി പറയുന്നു. കേരളത്തിലെ രാഷ്ട്രീയം എന്ത് തന്നെയായാലും മുരളീധരൻ അതിന് ഉത്തരം പറയണമായിരുന്നു. മുരളീധരൻ അത് പറയേണ്ട രീതിയിൽ പറയാത്തത് ഒരു വലിയ ദോഷമായി മുരളീധരൻ ഭവിച്ചിട്ടുണ്ട്. പറയുന്നത് പോലെ കുതികാൽ വെട്ടും ഒക്കെ കോൺഗ്രസിൽ വളരെ സാധാരണമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ. എന്നിരുന്നാലും ഈ പ്രശ്നത്തിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് മുരളീധരന്റെ സുരേഷ് ഗോപിക്കെതിരെയുള്ള മത്സരത്തിന് ഉണ്ടായതായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഇതുകൂടാതെ ഹേമന്ത് ബിശ്വ ശർമ്മ മുതലായ നേതാക്കൾ പലപ്പോഴും പറയുകയുണ്ടായിട്ടുണ്ട്. നേമത്ത് ഈ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നേമത്ത് O രാജഗോപാൽ മത്സരിക്കുകയും അദ്ദേഹത്തിന്റെ ഏതാണ്ട് പ്രായമായ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇലക്ഷൻ എന്ന പോലെ വരികയും ചെയ്തപ്പോൾ നേമത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, വോട്ട് വേസ്റ്റ് ആക്കലാൻ വേണ്ടി മാത്രമാണ് BJP എന്ന പാർട്ടി എന്നതാണ്. അത് പലതവണ മത്സരിച്ചിട്ടും ജയിക്കാത്ത ആളെന്നും തിരുവനന്തപുരംകാരൻ നിന്നും സൗമ്യനും എന്നുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സിനൊപ്പം ഇത്തരം നെഗറ്റീവ് നരേറ്റീവ് കൂടി അദ്ദേഹത്തെ ഒരു സിമ്പതി വോട്ട് കിട്ടാൻ സഹായിക്കുകയും അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ BJP MLA ആയി മാറി സത്യപ്രതിജ്ഞ എടുക്കുകയും ചെയ്തതായിട്ട് കാണാം. ഇതൊക്കെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ചിത്രങ്ങൾ. എപ്പോഴെല്ലാം വിശേഷിച്ച് സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകളാണ് ഒപ്പോണന്റിനെതിരെ നടത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പാലക്കാട് വളരെ പിന്നിലാവേണ്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. വിജയരാഘവൻ അവിടെ വന്ന് കുഞ്ഞാലിക്കുട്ടിയെയും ചേർത്ത് കൊണ്ട് പരിഹാസ രൂപേണ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് വന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തിന്റെ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കാനും സാധിച്ചു. അപ്പോൾ ഈ നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് സ്വന്തം പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണോ അതോ മറ്റുള്ള മുമ്പിലുള്ള പാർട്ടി പ്രവർത്തകരുടെ കയ്യടി നേടാനോ താഴ്ത്തി കാണിച്ചാൽ വോട്ട് കുറയുമെന്ന് ധരിച്ചിട്ടുമാണോ എന്നറിയില്ല. പക്ഷെ എല്ലാം തന്നെ വന്നിട്ടുള്ള ഫലം തീർച്ചയായിട്ടും ആരെക്കുറിച്ചാണോ കമന്റ് പറയുന്നത് അവർക്ക് അനുകൂലമായ രീതിയിലാണ് ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും വന്നിട്ടുള്ളത്. ഇത്തരം രാഷ്ട്രീയപരമായ വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിലെങ്കിലും ഇത്തരം കമന്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും രാഷ്ട്രീയക്കാർക്ക് നല്ലത്. ഇത്തരം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.